അസ്സാം വലൈക്കും. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്ക്. ഈ റെസിപ്പി ഇങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയും ദോശയും വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. ഒരേ ഗ്ലാസ്സിൽ അളവെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് സാദാ പച്ചരിയാണ്, ഇഡ്ഡലി റൈസ് ഒന്നുമല്ല. ഇനി നമുക്ക് ഈ പച്ചരിയും ഉഴുന്നും നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകി വെച്ച ഉഴുന്നിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം. ഉഴുന്നിൽ ഒഴിക്കുന്ന വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളം കളയാണ്ട് പ്രത്യേകം മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ ഉഴുന്നിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കാനും ശ്രദ്ധിക്കണം. ഇതൊരു 5-6 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഉഴുന്ന് അരക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1 കപ്പ് നേരത്തെ മാറ്റി വെച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉഴുന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് പച്ചരിയും കൂടിയും ഇട്ടിട്ട് നല്ല അരച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് പച്ചരി നമുക്ക് മാറ്റി വെക്കാം. ഉഴുന്ന് കുതിരാൻ വെച്ച വെള്ളം തന്നെ ഇതിൽക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഉഴുന്നും അരിയും നല്ലതുപോലെ പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചരിയും കൂടിയും അതേ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ചോറും കൂടിയും അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാ അളവും ഞങ്ങൾ ഒരേ കപ്പിലാണ് എടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇവിടെ ഏകദേശം ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ടും മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. രാവിലേക്കുള്ളതാണെങ്കിൽ വൈകുന്നേരം തന്നെ ഇതേപോലെ അരച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു 10-12 മണിക്കൂർ വെക്കാൻ നോക്കണം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളെ മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് ബബിൾസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഇന്നലെ അരച്ച് വെച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉപ്പ് നല്ലപോലെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് ഇഡ്ഡലിയും ദോശയും അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലിയുടെ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇഡ്ഡലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇഡ്ഡലി വെന്ത് വരാൻ 10 മിനിറ്റ് മതി. നമ്മളുടെ ഇഡ്ഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതേ മാവ് വെച്ചിട്ട് നമുക്ക് ദോശയും കൂടി ചുട്ടെടുക്കാം.
ഇപ്പോൾ തന്നെ നല്ല പഞ്ഞി പോലത്തെ ദോശയും കൂടി നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല പഞ്ഞി പോലെ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് ഫാസ്റ്റുമായിട്ട് നമുക്കിത് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങളൊന്നും മിസ് ചെയ്യാണ്ട് ഇതേപോലെ ഫോളോ ചെയ്താൽ നന്നായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ റെസിപ്പിയും ഈ വീഡിയോയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം.